PC ജോർജ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ അടിയുറച്ച നേതാവായിരുന്നു. അദ്ദേഹം മാണിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണ് കേരള കോൺഗ്രസ് എം വിട്ടിറങ്ങിയത്. ചീഫ് വിപ്പ് സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ചുകൊണ്ട് ഇറങ്ങി. ഏതായാലും PC ജോർജ് ഇപ്പോൾ ജോസ് കെ മാണിയുമായുള്ള ഒരു ചർച്ചയിലേക്കാണ് നീങ്ങുന്നത്. ഷോൺ ജോർജും ജോസ് കെ മാണിയും കൂടി കൈകോർത്താൽ മധ്യ തിരുവിതാംകൂറിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം എന്നാണ് PC ജോർജ് പറയുന്നത്. എന്തായിരുന്നാലും അത്തരത്തിലുള്ള അച്ചായൻ്റെ നിഗമനങ്ങളൊക്കെ വെറുതെ ആകില്ല എന്ന് BJPയും കണക്കൂട്ടുന്നു. PC ജോർജ്, ഷോൺ ജോർജ്, ജോസ് കെ മാണി ഇവരെല്ലാം ഒരുമിച്ചാൽ കൃത്യമായും ക്രൈസ്തവ വോട്ടുകൾ BJPയുടെ താമര ചിഹ്നത്തിലേക്ക് പതിയും എന്ന ധാരണയാണ് ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കർക്കും കേരളത്തിൽ പുതിയ അധ്യക്ഷനായി ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖരനും ഒക്കെ ഉള്ളത്. ജോർജ് കുര്യൻ ഇപ്പോൾ പറയുന്നത് ക്രൈസ്തവർ ഒന്നടങ്കം കേരളത്തിൽ BJPയിലേക്ക് എത്തുന്ന കാലം വിദൂരമല്ല എന്നൊക്കെയാണ് പറയുന്നത്. വോട്ട് ഷെയറിൽ നോക്കിയാൽ 20% BJP എത്തി നിൽക്കുന്നുണ്ട്. അതൊരു 30% BJP അധികാരം പിടിക്കും എന്നൊക്കെയാണ് ജോർജ് കുര്യൻ തട്ടിവിടുന്നത്. ഏതായാലും 30% ആകാൻ എത്ര കൊല്ലം കാത്തിരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇടതുപക്ഷവും വലതുപക്ഷവും വലിയ തോതിൽ തകർന്നടിഞ്ഞിരിക്കുകയാണെന്നും ഇനി അധികാരത്തിലേക്ക് എത്താൻ തങ്ങൾക്ക് എളുപ്പത്തിൽ സാധിക്കും എന്നൊക്കെയാണ് PC ജോർജ് തട്ടിവിടുന്നത്. വർഗീയ പരാമർശങ്ങൾ മാത്രമല്ല, വ്യക്തിപരമായ ആക്ഷേപങ്ങളും പല രീതിയിൽ നടത്തിയിട്ടുണ്ട് PC ജോർജ്. പണ്ട് ഗൗരിയമ്മ കണക്കിന് കൊടുത്തതാണ് PC ജോർജ് എന്ന മഹാനെക്കുറിച്ച്. ഒരു സ്ത്രീ നിയമസഭയിലേക്ക് കയറി വന്നപ്പോൾ ഞാനാണെന്ന് ആ കേസ് ഒതുക്കി തീർത്തതെന്ന് ഗൗരിയമ്മ പറഞ്ഞപ്പോൾ അവരെക്കുറിച്ച് പച്ച തെറി വിളിച്ച വ്യക്തിയാണ് ഈ മാന്യനായ PC ജോർജ്. വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട്. അത് PCയുടെ പഴയ സ്വഭാവമാണ്. അതിനി മാറ്റിമറിക്കാൻ കഴിയില്ല. പിണറായി വിജയൻ്റെ തന്തയ്ക്ക് വിളിക്കാനും മറ്റുള്ളവരെയൊക്കെ പുലഭ്യം പറയാനും PCക്ക് യാതൊരു മടിയുമില്ല. കേന്ദ്രത്തിൻ്റെ സപ്പോർട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആരെയും ഭയക്കണ്ട എന്ന വിചാരത്തിലാണ് PC ജോർജ്. 2021 തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറ് കൈവിട്ടത് 16,000 വോട്ടുകൾക്കാണ്. ഇത്തവണ പൂഞ്ഞാറിൽ മകനെ BJP സ്ഥാനാർത്ഥിയാക്കി ഇറക്കുന്നതിൻ്റെ ടെസ്റ്റ് ഡോസായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ ഡിവിഷനിൽ നിർത്തി BJP ചിഹ്നത്തിൽ നിർത്തി വൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചെടുക്കാനുള്ള അടവ് നയങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരള കോൺഗ്രസ് എമ്മിൽ ജോസ് കെ മാണി അല്ലാതെ ഒരു പൂച്ചക്കുഞ്ഞു പോലും തന്നോടൊപ്പം വരില്ല എന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. എങ്കിലും വേണ്ടില്ല, തന്നോടൊപ്പം അടിയുറച്ചു നിൽക്കുന്ന കുറച്ച് ഭക്തന്മാരുണ്ടല്ലോ, അവരെയെങ്കിലും കൂടെ നിർത്തി 5-6 വോട്ട് പിടിക്കാം എന്ന ചിന്തയിലാണ്. ഏതായാലും റോഷിയും കുളത്തുങ്കലും ജോബ് മൈക്കിളും ഒന്നും ഈ കൂട്ടുകച്ചവടത്തിന് നിൽക്കില്ല എന്നുള്ളത് ഉറപ്പാണ്.